ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ജി ഇൻഫിനിറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമിനാറിന് പറ്റിയ ASGയുടെ ഒരു ടോപ്പ് ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ടോപ്പ് ബോക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇലൂവിയുടെ നമ്മുടെ ടോപ്പ് റാക്കിൻ്റെ തൊട്ട് മേളിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ബഡീസ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സാധനം വന്നിരിക്കുന്നത്. നമ്മുടെ എലന്തൂർ പോസ്റ്റ് ഓഫീസ് അല്ലേ. അപ്പോൾ നമ്മുടെ സാധനം അപ്പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പുറത്ത് പോയി കളക്ട് ചെയ്യണം. ഓക്കെ, ഉണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പം തന്നെ തുറക്കാൻ കൊതിയായിട്ട് വയ്യ. കണ്ടോ, ഇത്രയും വലിയ സാധനമാണ്. എന്തോ പിന്നെ ഇതെങ്ങനെ പിടിക്കടോ? എഴുതി പിടിക്കാൻ പറ്റുമോ? അതോ പിടിക്കാം. ഒരു അതിസാധ്യമായിട്ടുള്ള യാത്രയാണ് ഇനി ഇവിടെ ഉള്ള. ഇപ്പൊ കാണാം എങ്ങനെയാന്ന്. സാധനം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. കാരണം ഇത് ബോംബെന്ന് വരികയാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അൺബോക്സ് ചെയ്യാം. ASGയുടെ ടോപ്പ് ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനി. പൊളി പൊളി പൊളി. ഓ ഭയങ്കര ആനയുടെ വലിപ്പമുണ്ട് ഈ സാധനത്തിന്. 45 ലിറ്റേഴ്സ്. ഇവിടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം വരുന്നത്. അപ്പം നോക്കട്ടെ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ബിൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോകേണ്ടതായിട്ട് വരും. ഓക്കെ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ASGയുടെ ടോപ്പ് ബോക്സ് ഇതാണ്. നിങ്ങൾക്ക് കാണാം എന്തോ ഭീമാകാരമായിട്ടിരിക്കുന്ന സാധനമാണ്. എൻ്റെ പൊന്നോ. നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. 45 ലിറ്റർ വരുന്ന ഒരു ടോപ്പ് ബോക്സ് ആണ്. അതിനകത്ത് നമുക്ക് 2 ഹെൽമെറ്റ് വെക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ വേറെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി പ്രൊപ്പിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ സൂട്ട് കേസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. നൈറ്റ് ഡ്രൈവ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ചെറിയൊരു റിഫ്ലക്ടർ കാണാം. അപ്പം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇത് മറയായിട്ടാണ് നമുക്ക് വരുന്നത്. എന്നാൽ പോലും ബാക്കിൽ റിഫ്ലക്ടർ ഉള്ളതുകൊണ്ട് സേഫ്റ്റിയാണ്. അടിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു പുഷ് ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഉണ്ട് പുഷ് ബട്ടൺ റെഡ് കളറിൽ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് പ്ലേറ്റുമായിട്ട്, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബേസ് പ്ലേറ്റ് കേട്ടോ. ബേസ് പ്ലേറ്റ് ആണ് നമ്മുടെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, നമ്മുടെ ടോപ്പ് റാക്കുമായിട്ട്. അപ്പം ഈ സാധനം ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ബേസ് പ്ലേറ്റിൻ്റെ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ 2-3 റബ്ബർ ബുഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റിംഗ് ബോൾട്ടായിട്ട് ഈ ഒരെണ്ണമാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ ഇതേ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതായത് നമുക്ക് അകത്തുനിന്ന് ഈ ഒരു സാധനം ഊരിയിട്ട് നമുക്ക് ബോൾട്ടായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു തുള ഇട്ട് കൊടുക്കണം. 5 തുള ഇടുന്നതാണ്. നമ്മുടെ ഗിഡോയുടെ വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പം ഗിഡോയുടെ വണ്ടിയിലാണ് നമ്മുടെ ഈ ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പം അവനെ കൊണ്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ 45 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ലോക്കാണ്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഓപ്പണായി. എന്നിട്ട് ഓപ്പൺ ചെയ്ത് ഓക്കെ പൊളി. ഇവിടെ ചെറിയൊരു എന്താ പറയുന്ന ഒരു കണക്ടറും ഉണ്ട് ഇതിൻ്റെ. അപ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല ഇലാസ്റ്റിക് ടൈപ്പ് ആണ്. എന്നാൽ പോലും നല്ലൊരു സംഭവമാണ് കണ്ടിട്ട്. എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്ന കണ്ടറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നല്ലൊരു റിവ്യൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ജസ്റ്റ് നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുക. അപ്പോൾ അതായത് ബേസ് പ്ലേറ്റിൽ നമ്മൾ ഈ ടോപ്പ് റാക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലാട് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനിപ്പം അടുത്തുള്ള വെൽഡിംഗ് വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. നമ്മുടെ ബേസ് പ്ലേറ്റ് ഇതിൻ്റെ ടോപ്പ് റാക്കിലോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ടോപ്പ് റാക്ക് ഊരാൻ പോകണം. ടോപ്പ് റാക്ക് ഊരിയാലേ നമുക്ക്
കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചേട്ടാ കടയുടെ പേരെന്താ? 3 Star Engineering. 3 Star Engineering അല്ലേ, കുമ്പനാട്. നമ്മുടെ ഒരു വ്ളോഗാണ് കേട്ടോ യൂട്യൂബിനകത്ത്. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്യണം, മാർക്ക് ചെയ്തിട്ട് ഡ്രില്ല് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഡ്രില്ല് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. കട്ടിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഡ്രില്ല് ചെയ്ത് വെക്കാണ്. മണ്ടയ്ക്ക് വെക്കണം. അടിച്ചാലൊന്നും ആലോചിക്കണം. അല്ലാതെ ഡ്രില്ല് ചെയ്യുന്നുണ്ട് വൈബ്രേഷൻ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. അല്ല, അത് ഇപ്പം തൽക്കാലം അതെന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട് മണ്ടയ്ക്ക് ഡ്രില്ല് ചെയ്താൽ മതി. ചേട്ടനിപ്പോൾ മാർക്ക് ചെയ്ത് ഇപ്പം ഡ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് വരും അല്ലേ? ബാക്കി ഇവിടെ പിന്നെ ഇവിടെ ഇതിന് നേരെ അല്ലേ, ഇതിന് നേരെ ഇങ്ങോട്ടും അല്ലേ. ടോട്ടൽ 5 പോയിന്റ് ടോപ്പ് റാക്ക് അടിയിലുണ്ട്. ബേസ് പ്ലേറ്റ് അതിന് മേളിൽ കൂടെ കിഴുത്ത കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ ഡ്രില്ല് ചെയ്യും. ഓക്കെ ബഡീസ്, അപ്പം നമ്മുടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്ര ഇട മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 2 3 4 5 ഇത് മാർക്ക് ചെയ്യണോ ചേട്ടാ? ഇത് നേരത്തെ മാർക്ക് ചെയ്തെടുത്ത് ഒന്നുകൂടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യണം. അഞ്ചെണ്ണത്തിനകത്ത് ഒരെണ്ണം മാത്രമല്ലേ നമ്മൾ ഫിക്സിങ്ങിനായിട്ട് വരത്തുള്ളൂ അല്ലേ? ചുമ്മാ ഹോള് മതി. ബേസ് പ്ലേറ്റ് അല്ലേ? മറ്റേന്ന് പറയുമ്പോൾ മൊത്തം സ്ക്രൂ ഇട്ട് വെക്കും. മറ്റേ ഈ ടോപ്പ് റാക്കല്ലേ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം നടുക്ക് വരുന്നത് മാത്രം പറയുന്നത് ബേസ് പ്ലേറ്റുമായിട്ട് കണക്ഷൻ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ടോപ്പ് റാക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ബഡീസ്, അപ്പോൾ നമ്മളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഡ്രില്ല് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ടോപ്പ് റാക്കിൽ ഇപ്പോൾ തൊള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, അത് കയറോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഇച്ചിരി വലുതാണ്, വ്യത്യാസമുണ്ടോ? അതിനെക്കാട്ടും ഇച്ചിരി വണ്ണമുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അല്ലേ? അല്പം കൂടെ വലുത് കേട്ടെ, ഇത്തിരി വലുത് കേട്ടെ. അത് എത്രണ്ട് ചേട്ടാ ഇപ്പോൾ ഇടുന്നു? 10 അല്ലേ? ഞങ്ങളുടെ ഈ വർക്ക്ഷോപ്പ് മേഖലയിൽ പറയുമ്പോൾ 10, മറ്റേ സാറിന് ഇത് കടക്കാർ 10 പറയുമ്പോൾ ഇതല്ല. അവര് ഇതിനൊക്കെ വേറെ അവരെ നമ്പര് ഞങ്ങളുടെ നമ്പരോട്ട് വ്യത്യാസം. ഈ ഇട്ടേക്കുന്ന 8 അമ്മന്റെ ഇട്ടേക്കുന്നത്, പക്ഷെ അവർക്ക് ഈ നമ്പർ വേറെ ആയിരിക്കും. ഇത് 10 ഇത് 10 നോക്കുമ്പോൾ ഇത് 8, ആക്ച്വലി ഇത് 8 ആണ്. പക്ഷേ ചില ഇതിന് വരുന്നുണ്ട്, ഈ ഇതാണ് കമ്പനി ഗ്യാസ് തട്ടുള്ള, അതുകൊണ്ട് ചിലപ്പോൾ കയറാം. സാറിന് ഇതിൽ 8 ബോൾട്ട് ഇട്ടാൽ ഇത് ഓക്കെ. നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് 2 രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേ ഈ ഡ്രില്ല് ചെയ്യുന്ന മെഷീനിലും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ റീസൈസ് ചെയ്തു. അപ്പം ഏകദേശം നല്ല രീതിയിൽ ബോൾട്ട് ഇപ്പോൾ കയറ്റാറായി. ഇപ്പോൾ കാണിക്കാം. ഇതാണിപ്പോൾ നമ്മുടെ റെയിൽ പ്ലേറ്റ്. ഇതിൻ്റെ താഴെ കൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് പ്ലേറ്റും നമ്മുടെ ടോപ്പ് റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് കണ്ടോ, കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാക്കി വരുന്ന ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ മെറ്റലുണ്ടല്ലോ, ഈ മെറ്റൽ നമുക്ക് എടുത്ത് കളയേണ്ടതാണ്. രണ്ട് സൈഡിലും ഉണ്ട്. ഇത് നമ്മൾ ഇട്ടേക്കാണ്. നമ്മുടെ സാധനമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടനാണ്, ചേട്ടൻ ഉണ്ണിപ്പിള്ള ചേട്ടൻ. നിങ്ങൾ ഇതിലെ കൂടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കണം ഈ ഒരു ഷോപ്പിൽ. നമ്മുടെ കുമ്മനാട് സബ്സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്നുള്ള കുളം അപ്പുറത്തുണ്ട് കേട്ടോ. ഓക്കെ, ശരി കേട്ടോ, താങ്ക്സ്. ഓക്കെ, ഇവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ASGയുടെ ടോപ്പ് ബോക്സ് അത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ബോക്സിനകത്ത് സ്ക്രൂ ആണ് കേട്ടോ. നമ്മുടെ ബോക്സിനകത്തും സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ത്രെഡ് പോകാതെ നോക്കുക. ഇവിടെ 2 ആണിയുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ലോക്കാക്കാം. കയറ്റിയിട്ട് ഓക്കെ ഉണ്ടല്ലോ, ലോക്ക് ചെയ്യണം. ഓക്കെ, കയറ്റി ഇവിടെ ഇതിങ്ങനെ ആകുമ്പോൾ ഇവിടെ ലോക്ക് ചെയ്യണം. ലോക്ക് എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് തിരിക്കുക. ഓപ്പൺ ആക്കണമെങ്കിൽ ഇതിങ്ങനെ എടുക്കുക, ഇത് പുഷ് ചെയ്യുക, എടുക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്, വേണ്ടല്ലോ, വളരെയധികം സിമ്പിളാണ്. പിന്നെ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രൂ നമുക്ക് അതോടെ ഫിക്സ് ചെയ്യണം. ഈ ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്ത് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ASGയുടെ പിറ്റ് ലൈനാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഇതിനേക്കാൾ ചെറിയ ഹെൽമെറ്റ് 2 ആണെങ്കിൽ നമുക്ക് വെക്കാൻ കഴിയുന്നതാണ്. ഇതിനകത്ത് കേട്ടോ, സിമ്പിളായിട്ട് വെക്കാൻ കഴിയും. കാരണം അത്യാവശ്യം വലുപ്പമുള്ള ഹെൽമെറ്റാണിത്. അപ്പോൾ നമുക്ക് വെക്കാൻ കഴിയുന്നതാണ് കേട്ടോ, സിമ്പിളാണ് കണ്ടോ, ലോക്കായി. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഹെൽമെറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനം ടൂറിങ്ങിന് പോകുമ്പോൾ വെക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടും അടിപൊളിയാണ് ഈ സാധനം. ASGയുടെ ടോപ്പ് ബോക്സ് എന്ന് പറയുന്നത് 45 ലിറ്ററിന് 5000 രൂപയുള്ളൂ കേട്ടോ. 47 ലിറ്ററിൻ്റെ 8000-ൻ്റെ ഒരു ടോപ്പ് ബോക്സ് ഉണ്ട്. അതെന്ന് പറയുമ്പം LED സ്ട്രിപ്പൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അല്ലേ, LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതും കിടിലമാണ് കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടെ യൂസ് വരുന്നുണ്ടെങ്കിൽ അത് നോക്കുക, ഇല്ലെങ്കിൽ ഇത് നോക്കുക കേട്ടോ. ഇത് അത്യാവശ്യം അടിപൊളിയാണ്. അഥവാ നിങ്ങൾ ഇനിയും LED-യുടെ സ്ട്രിപ്പ് കയറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 47 ലിറ്ററിൻ്റെ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു LED സ്ട്രിപ്പ് മേടിച്ചങ്ങ് ഒട്ടിച്ചാൽ മതി. അതായത് നമ്മുടെ റിഫ്ലക്ടർ ഉണ്ടെങ്കിൽ റിഫ്ലക്ടർ കയറ്റി ഒട്ടിച്ച് സെറ്റാക്കിയാൽ മതി. LED വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷനൊക്കെ കൊടുക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നിങ്ങളെന്തായാലും ഇത് മേടിക്കണം. അത്യാവശ്യം ടൂറിങ് ചെയ്യുന്നവർക്ക് എന്തായാലും ഉപകാരമായിരിക്കും. അപ്പോൾ ഇതുപോലെ ടോപ്പ് ബോക്സും ടോപ്പ് റാക്കും നിങ്ങൾ മേടിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ടൂറിങ്ങിന് അത്യാവശ്യം പോകുമ്പോൾ മാത്രം എടുത്ത് ഫിറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. അല്ലാത്തപ്പോൾ ഒക്കെ നമുക്ക് ഊരി വെക്കാം. അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. അതിന് ഫിക്സഡ് അല്ല, നമുക്ക് ഊരി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അവൻ പോവുകയാണ് കേട്ടോ. ബൈ, അടുത്ത വ്ലോഗിൽ കാണാം. ഈ മെറ്റില്ല ഇതാലോട്ട് വേറൊരെണ്ണം ജോയിൻ ചെയ്യാം. നോക്കിക്കോണം, ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതേ വെച്ചാൽ നമ്മുടെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞാൽ അത് ഉരുകും, ഇത് ഉരുകും, രണ്ടും ഉരുകും. രണ്ടും ഉരുകിട്ടാണ് 2 മെറ്റൽസ് ആർ ജോയിനിങ് ബൈ ഇലക്ട്രിക്. ഇരുമ്പ് നമ്മൾ പഠിപ്പിച്ചടിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു പീരുണ്ട്, ആ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് തൊടാം. ഇത് എന്ന് പറഞ്ഞാൽ മെറ്റിൽ വഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഇല്ലാതെ ചൂട് മാറ്റും. 2 മെറ്റൽസ് ആർ ജോയിനിങ്. ആ മെറ്റൽ വെല്ല് ചെയ്യുന്ന ആ മെറ്റൽ ഈ മെറ്റലും കൂടെ ഇലക്ട്രിക്കൽ കൊണ്ട് ജോയിന്റ് ആകും. ഇത് ഈ സാധനം എന്ന് പറയാൻ അതിൻ്റെ അകത്തിരിക്കുന്ന ആ സാധനം ഇത് അത്ര പീസായത് ഇതില്ല. മറ്റേ ഓക്സോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതങ്ങ് കത്തത്തില്ല. അപ്പോൾ ഇതെണ്ണം കളയും. അങ്ങനെ തുക്കള പീസ് കാണാം. ചേട്ടൻ പുലിയാണ് കേട്ടോ.